ഞാനിന്ന് രാവിലെ മുതൽ തന്നെ പ്രേക്ഷകരോട് പറയായിരുന്നു നമുക്കിന്ന് ഇവിടെ ഒരു അതിഥിയുണ്ട് 24 അങ്ങനെ അതിഥികളെ വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഈ ദൈനംദിന പ്രവർത്തന രീതിയിൽ ചിലപ്പോൾ അതിഥികൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പിന്നെ അതിഥികൾ ഇങ്ങോട്ട് ചോദിച്ചിട്ടില്ല ഞങ്ങളങ്ങോട്ട് വരട്ടുമെന്ന്. അപ്പോൾ ഇന്ന് പക്ഷേ നമുക്കൊരു വലിയ അതിഥിയാണ് വന്നിരിക്കുന്നത്. പശ്ചിമബംഗാൾ ഗവർണറായ ഡോക്ടർ CV ആനന്ദ ബോസ്. നമുക്കൊരു പക്ഷേ മലയാളികൾക്ക് അഭിമാനമായ ഒരാളാണ്. അദ്ദേഹം ഒരു ജില്ലാ ഭരണാധികാരിയായിരിക്കുമ്പോൾ ഒരുപാട് കാലം കൊല്ലം ജില്ലാ കളക്ടറായിരുന്നു. അദ്ദേഹം ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാട്ടുകൂട്ടം എന്നുള്ള നോവലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ട്. ചവറയിൽ നടന്ന വെടിവെപ്പിലൊക്കെ അദ്ദേഹം നോവലിലൂടെ പരാമർശമൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ്. സ്വാഗതം. നമസ്കാരം. എന്തായാലും വെസ്റ്റ് ബംഗാൾ പോലൊരു സ്ഥലത്ത് പോയി CV ആനന്ദ ബോസ് എന്നൊരു പേരങ്ങ് സ്ഥാപിച്ചു. കുറച്ച് അപകടം പിടിച്ച സ്ഥലമല്ലേ അത്? ഞാനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേര് ബംഗാളിയാ, ബോസ്. അറിയായിരുന്നു? ബോസ് അല്ലേ, ബംഗാളി നെയിമാണല്ലേ? എനിക്കൊന്ന് അത് ജാതകവശാൽ അവിടെ തന്നെ ചേരേണ്ടതാണെന്ന്. ഈ 2022 ഗവർണറായി അല്ലേ? മനസ്സിൽ ആഗ്രഹിച്ചതാണോ? പ്രത്യേകിച്ച് ഒരു ജില്ലാ കളക്ടറായിട്ടൊക്കെ ഇരുന്ന് ഇനി ഒരുപക്ഷെ ഈ ജില്ലാ കളക്ടർമാരെ ഭരിക്കുന്ന ഒരു ലോകത്തേക്ക് പോകും എന്ന് പ്രതീക്ഷിക്കുന്നോ? ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല, തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് വന്നത്. ഒരിക്കൽ പ്രധാനമന്ത്രി എന്നെ വിളിച്ചു, പ്രത്യേകിച്ച് മുഖവരൊന്നും ഇല്ലാതെ, ഐ വാണ്ട് യു ടു ടേക്ക് ഓവർ ആസ് ഗവർണർ ഓഫ് വെസ്റ്റ് ബംഗാൾ എന്ന് പറയുകയായിരുന്നു. ഷോക്കായോ? ഷോക്കൊന്നും ആയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങ് ഗവർണറായിട്ട് അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ കുറച്ച് അപകടം പിടിച്ച രീതിയിലൊക്കെ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് RG കർ മെഡിക്കൽ കോളേജിലെ ഈ സംഭവമൊക്കെ തന്നെ, പ്രത്യേകിച്ച് ആ പെൺകുട്ടിയുടെ മരണമൊക്കെ തന്നെ, ജൂനിയർ ഡോക്ടർ മരിച്ചു എന്നുള്ളത് ഇന്ത്യ മുഴുവൻ ഞെട്ടി, പ്രത്യേകിച്ച് ഡൽഹിയിലെ കേസിന് ശേഷം. അപ്പോൾ ഈ അവിടെ ഒരു ലോ ആൻഡ് ഒരു ക്രമസമാധാനം ഭദ്രമാക്കാൻ ഒരു ഗവർണർ, എനിക്കറിയാം ഒരു രാജ്ഭവനിൽ നിന്നുണ്ടാകുന്ന നിർദ്ദേശങ്ങൾ ചിലപ്പോൾ അവർ പാലിക്കാനും ഒക്കെ വൈമുഖ്യം കാണിക്കും ഇവിടുത്തെ ഗവൺമെൻറ്. എങ്ങനെയായിരുന്നു ഈ ഗവർണർ എന്നുള്ളതിലെ അവിടെ ചെന്നിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു നീക്കം? ബംഗാളിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം അത് അക്രമം, അഴിമതി. അത് രണ്ടും ഉണ്ട്. ഈ അക്രമം അഴിമതിയും അടുത്ത കാലത്തൊന്നും തുടങ്ങിയതല്ല. വിശേഷ അക്രമം 1946 ഡയറക്റ്റ് ആക്ഷൻ, ആ സമയത്ത് ബംഗാളിൽ 6000 ആളുകളെ വെട്ടിക്കൊന്നു. അതിനുശേഷം അക്രമത്തിൻ്റെ ആ പശ്ചാത്തലം അവിടെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ചില ഗ്രാമപ്രദേശങ്ങളിൽ ഗുണ്ടാരാജാണ് എന്ന് പറയാം. ഞാൻ പോലീസ് സംവിധാനത്തിനൊന്നും അടിച്ചു നേരെയാക്കാൻ പറ്റത്തില്ല. പോലീസ് സംവിധാനം, ഒരു നല്ല ശതമാനം പോലീസുകാർ പൊളിറ്റിസൈസ്ഡാണ്. ഒരു നല്ല ശതമാനം അഴിമതിക്കാരാണ്. പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒരു ശതമാനം ക്രിമിനലൈസ്ഡാണ്. എല്ലാ പോലീസുകാരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. ബംഗാളിലെ പോലീസ് സേന സുസജ്ജമാണ്, അവർ കാര്യക്ഷമത ഉള്ളവരാണ്. പക്ഷേ ഈ 3 കാരണങ്ങൾ കൊണ്ട് പോലീസ് സേനയിൽ ജനങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് മാത്രമല്ല, ഹൂ ഈസ് എ കോപ്പ്, ഹൂ ഈസ് എ തീഫ്, അറിയില്ല. ഈ ഒരു വ്യത്യാസം ഞങ്ങളുടെ മനസ്സിലുണ്ട്. ഇത് കൂടുതലും തെരഞ്ഞെടുപ്പിനായിട്ട് ഉപയോഗിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ അക്രമം ഇത്രയധികം ഉള്ളൊരു സ്ഥലമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ത്യയുടെ പല ഭാഗത്തും ഇലക്ഷൻ ഒബ്സർവറായിട്ട് പോയിട്ടുണ്ട്. കേരളത്തിലേക്ക് അപേക്ഷിച്ച് താരതമ്യേന കുറവാണെന്ന് പറയാം. ഈ വെസ്റ്റ് ബംഗാളിലും പോയിട്ടുണ്ട് ഒബ്സർവറായിട്ട്. വെസ്റ്റ് ബംഗാളിലും പോയിട്ടുണ്ട്.